ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് നമുക്ക് കുറച്ച് ചീനി പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും അതിൻ്റെ കൂടെ കുറച്ച് മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. ഇപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ചീനി പുഴുങ്ങിയതൊക്കെ ചൂടോടെ അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ചീനി പുഴുങ്ങിയത് അല്ലെങ്കിൽ ചേന പുഴുങ്ങിയത്, അങ്ങനെ പുഴുക്കൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കരുതി ചീനി നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ മീൻ ഇന്നാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് മുളക് ചമ്മന്തി, അതായത് വറ്റൽ മുളകിൻ്റെ ചമ്മന്തി. സാധാരണ നമ്മളുണ്ടാകുന്ന പച്ചമുളകിൻ്റെ ചമ്മന്തിയാണ്, പക്ഷേ ഇന്ന് എനിക്ക് തോന്നി ഒന്ന് വറ്റൽ മുളകൊക്കെ ഇട്ട് ഒന്ന് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അങ്ങനെ വറ്റൽ മുളകും ഉള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുന്നത്, അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊന്ന് തണുക്കാൻ വെച്ചപ്പോഴത്തേക്ക് അമ്മ മീനൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. അപ്പം മീൻ നമുക്ക് ഇപ്പം അധികം അങ്ങനെ കിട്ടാറില്ല, കാരണം ഇപ്പം മഴയായത് കാരണം കടലിലാരും പോകുന്നുമില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ചിക്കനും ഇപ്പോൾ അവൈലബിൾ അല്ല. ഇപ്പോൾ പക്ഷിപ്പനിയൊക്കെ നമ്മുടെ അടുത്തൊക്കെ ആയത് കാരണം ഇപ്പം ചിക്കനും ഇല്ല, മുട്ടയില്ല, അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇല്ല. ഇപ്പം ആണെങ്കിൽ പച്ചക്കറി വാങ്ങിക്കാൻ പോയിട്ട് പച്ചക്കറിയും കിട്ടാനില്ലെന്നാണ് പറയുന്നത്. അപ്പം മീൻ കിട്ടിയത് നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മളങ്ങ് വറക്കാമെന്ന് കരുതി ചീനിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചീനിയുടെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മീൻ വറുത്തതും ചീനി പുഴുങ്ങിയ അല്ലെങ്കിൽ ചേന പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഉള്ള മീൻ നമ്മളങ്ങ് വറുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മീൻ വറക്കാനായിട്ട്. പക്ഷേ കിട്ടിയ മീൻ നല്ല അടിപൊളി മീനായിരുന്നു കേട്ടോ. വറുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു ശരിക്കും. പിന്നെ ഈ മത്തിക്കകത്ത് നല്ല പരിഞ്ഞിലുണ്ടായിരുന്നു. ഇപ്പോൾ വേറെ അടുത്ത് എന്താ പറയുന്ന അറിയത്തില്ല. മത്തിക്കകത്ത് ഇങ്ങനെ മത്തിയുടെ കുഞ്ഞുണ്ടല്ലോ, അതിന് കുഞ്ഞുങ്ങൾ, അപ്പോൾ അതുണ്ടായിരുന്നു. അപ്പോൾ അത് മോൻകുട്ടന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മത്തി വറുത്ത എണ്ണ ബാക്കി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് അവനെടുത്തു. പിന്നെ നമ്മൾ ആദ്യം ചൂടാക്കി വെച്ചിരുന്ന മുളയമ്മന്തി റെഡിയാക്കാനായിട്ട് പോയതാണ്. അപ്പോൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിഴുപുളിയും കുറച്ച് ഉപ്പും പിന്നെ നമ്മൾ വഴറ്റി വെച്ചിരുന്ന ഉള്ളിയും മുളകും കൂടി ആഡ് ചെയ്ത് നമ്മൾ ജാറിലേക്ക് ഇട്ട് എല്ലാം സെറ്റാക്കി ചെയ്യാമെന്ന് കരുതി നോക്കിയപ്പോഴത്തേക്കും മഴയൊക്കെ നല്ലതുപോലെ നല്ല കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കരണ്ട് പോയി. അപ്പം നമുക്ക് കരണ്ട് ഇല്ലാത്തത് കാരണം ജാറിൽ അരയ്ക്കാൻ പറ്റില്ല. പിന്നെ നേരെ ജാറിൽ നിന്ന് അതെല്ലാം കൂടെ ഞാൻ ഇടിക്കുന്ന കല്ലിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടില്ല. കുറച്ച് തണുത്തത് കാരണം, ഇപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ട് തണുത്ത് പോയത് കൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇതായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ അതിൽ നിന്ന് നമ്മളതെടുത്ത് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ മുളക് ചമ്മന്തി സെറ്റാക്കി. ഇത് വലിയ പാടുള്ള ചമ്മന്തി ഒന്നുമില്ല, ജസ്റ്റ് മുളകും ഉള്ളിയും കൂടെ ഒന്ന് വഴറ്റുക, അതിനകത്ത് ഉപ്പും പുളിയും കൂടി ഇട്ടൊന്ന് മിക്സിയിൽ അടിക്കുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് എണ്ണയും ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഒന്നുകൂടെ ആഡ് ചെയ്താൽ മതി. പിന്നെ അതിനിടയിൽ നമ്മൾ ചീനി വേവിക്കാൻ വെച്ചിരുന്നു, പക്ഷേ ചീനി അത് വേവാത്ത കാരണം നമ്മൾ പിന്നെ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പോൾ കുക്കറിലിട്ടപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ വെന്തു. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ മോൻകുട്ടനും അമ്മൂമ്മയും കൂടെ ഫുഡ് കഴിക്കുന്നതാണ്. അപ്പോൾ മോൻകുട്ടനെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്, അവനെ കഴിക്കാൻ വലിയ പാഠം. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ അവന് പനിയും കൂടെ പിടിച്ചത് കാരണം അവൻ തീരെ കഴിക്കത്തില്ല. അപ്പോൾ ഈ തണുപ്പൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ചൂടോട് കൂടിയിട്ട് കുറച്ച് ചീനി പുഴുങ്ങിയത് അല്ലെങ്കിൽ ചേന പുഴുങ്ങിയത്, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് മീൻ വറുത്തതും ചമ്മന്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്, നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.